എൻ ശ്രീകുമാറിന് ഈ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ ഈ ചർച്ച എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? അദ്ദേഹത്തിന് ഈ നിരീക്ഷണ ബോധമൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ആള് തന്നെയാ. സമയം കിട്ടുമ്പോൾ താങ്കൾ ഗോപി വക്കീൽ എന്ന് പറഞ്ഞൊരു വക്കീലുണ്ട്. അത് ശിവഗിരി ഈ സംഭവം നടക്കുമ്പോൾ, ശിവഗിരിയിലെ പോലീസ് ആക്ഷൻ നടക്കുമ്പോൾ SNDPയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരാളാണ് ഗോപി വക്കീൽ. ഈ ഗോപി വക്കീലിന്റെ ഒരു ആത്മകഥ ഉണ്ട്. ആ ആത്മകഥ ഞാൻ എന്റെ ജീവിതം എന്നാണ്. അതെ, ഞാൻ എന്റെ ജീവിതം എന്നതാണ് ആ ആത്മകഥയുടെ പേര്. അഡ്വക്കേറ്റ് കെ ഗോപിനാഥ് അന്ന് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ്. 87-ൽ കായംകുളത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട്. KPCC എക്സിക്യൂട്ടീവ് അംഗമാണ്. ഇനി ശ്രീ അരുൺ പറഞ്ഞോളൂ. യെസ്, അദ്ദേഹം ഞാൻ എന്റെ ജീവിതം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എന്താണ് ശിവഗിരിയിൽ സംഭവിച്ചത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് കോൺഗ്രസിന് വളരെ ഡാമേജിംഗ് ആണ്. ഈ സംഭവത്തിന്റെ പിന്നിൽ നടന്ന ഗൂഢാലോചനയെ കുറിച്ചിട്ടാണ് കോൺഗ്രസ് നടത്തിയ വളരെ ക്രൂരമായ പ്രവൃത്തി, ഭരണകൂടത്തിന്റെ വലിയ അതിക്രമത്തെ കുറിച്ചിട്ടാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതിന് മറുപടി പറയണമെങ്കിൽ ശ്രീ AK ആന്റണിക്ക് എന്തെങ്കിലും ഒരു സാഹചര്യം വേണം. അതെങ്ങനെയെങ്കിലും കേരളത്തിലെ ഗവൺമെന്റിന്റെയും മുഖ്യമന്ത്രിയുടെ തലയിലും വെക്കണം. അതുകൊണ്ട് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കാത്ത ഒരു വിഷയത്തിൽ പത്രസമ്മേളനം നടത്തി എന്തൊക്കെയോ പറഞ്ഞതിന് ശേഷം ഇപ്പൊ ചാനൽ ചർച്ചയിൽ വന്നിട്ട് പറയുന്നു മറ്റ് MLA-മാരൊക്കെ പറഞ്ഞല്ലോന്നോ. ഇതൊക്കെ കോൺഗ്രസിന്റെ ഒരു സാഹചര്യം. അതുകൊണ്ട് ശ്രീ N ശ്രീകുമാർ എല്ലാ ബഹുമാനത്തോടും പറയട്ടെ, താങ്കൾ ആ ആത്മകഥ എടുത്തൊന്ന് വായിച്ചു നോക്കുക. പിന്നെ ഒറ്റ കാര്യം, കോൺഗ്രസിന്റെ പ്രതിനിധി ആവർത്തിക്കുകയാണ്, ആ സംഭവം ഈ സംഭവം അരുൺകുമാർ ന്യായീകരിച്ചോ, അരുൺകുമാർ എതിർത്തോ? ഈ ഒറ്റ പോലീസ് അതിക്രമത്തെയും ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. പോലീസ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിന്റെ ക്രൂരത ഏറ്റവും കൂടുതൽ അനുഭവിച്ചവരാണ് ഞങ്ങൾ. താങ്കൾക്കറിയോ, ഒരു വിദ്യാർത്ഥി സമരത്തിനെതിരെ ഏറ്റവും ആദ്യം തോക്കുപയോഗിച്ച ആരാന്നറിയോ? UDF-ന്റെ കാലത്ത് രാധാകൃഷ്ണപിള്ള എന്ന് പറയുന്ന ഒരു പോലീസുകാരനാ. പിഞ്ച് വിദ്യാർത്ഥികൾ പ്രതിഷേധ സമരം നടത്തിയപ്പോ തോക്കുപയോഗിച്ച് വെടിവെച്ചു. ഭാഗ്യം കൊണ്ട് ആ വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടെ. ഏറ്റവും ആദ്യം ഉപയോഗിച്ച് ആരാണോ താങ്കൾക്കറിയോ? ഒറ്റ കാര്യം താങ്കളുടെ സമയത്ത് പറഞ്ഞോ, അസഹിഷ്ണുത ഉണ്ടാകും, അസഹിഷ്ണുത ഉണ്ടാകും. നിങ്ങളുടെ വില്ലേജ് സെക്രട്ടറി തല്ലിക്കൊന്നതിന്റെ ന്യായം പറയുന്നേ, വെടിവെച്ച കഥ പറയുകയാണെങ്കിൽ ഒച്ചപ്പാടുണ്ടാക്കും, ബഹളുണ്ടാക്കും. അവസാനത്തെ 10 മിനിറ്റ് രാഷ്ട്രീയ ചരിത്രം മൊത്തം എടുക്കാന്നേ. ശ്രീ ജിൻഡോ അരുൺ പറയട്ടെ. ശ്രീ ജിൻഡോ ഒരു സെക്കൻഡ് അദ്ദേഹം പറയട്ടെ. ശ്രീ ജിൻഡോ അദ്ദേഹം പറയട്ടെ. എനിക്ക് ബുദ്ധിമുട്ട്, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഒരു സാധാരണ പൗരന, എന്റെ കൊണ്ട് സാധാരണക്കാരെ വർദ്ധിക്കുന്ന ഒരു പോലീസ് 2025 ഉണ്ടാകാൻ പാടില്ല. കേരളം എന്ന് പറയുമ്പോൾ 1-ാം നമ്പർ കേരളം, അമേരിക്കയോട് വെല്ലുവിളിക്കുന്ന കേരളം എന്ന് പറയുമ്പോൾ ഇന്നും നമ്മുടെ നികുതി പണമുണ്ട്. സാധാരണക്കാരെ വർദ്ധിച്ചു കൊള്ളുന്ന ഒറ്റ ഉണ്ടായിരിക്കാൻ പാടില്ല. എന്തിനാണ് മിസ്റ്റർ നേതാക്കന്മാർ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് മറുപടി പറയാൻ നിങ്ങൾ എന്താ വരാത്തത്? ശരി ജിൻഡോ അദ്ദേഹം പറയട്ടെ. ജിൻഡോ ഒരു കോൺഗ്രസ് പ്രതിനിധി, കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ. അതുകൊണ്ട് ശ്രീ അരുൺ സംസാരിക്കട്ടെ. ജിൻഡോ, ശ്രീ അരുൺ വേഗം. ശ്രീകുമാർ കോൺഗ്രസ് സഹയാത്രികനാണെങ്കിൽ അതുകൊണ്ട് CPM സഹയാത്രികൻ ഞാൻ പറയണോ? ഈ ചർച്ച കാണുന്ന മീഡിയ ഉണ്ട്, പ്രേക്ഷകർ തീരുമാനിക്കട്ടെ വേണു ഏത് സഹയാത്രികനാണ്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുതാവിരുദ്ധമായിട്ടുണ്ട് എങ്കിൽ അത് ജിൻഡോയ്ക്ക് ഖണ്ഡിക്കാം. ചോദ്യങ്ങളാണ് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. ജിൻഡോ, ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതാവിരുദ്ധത ഉണ്ടെങ്കിൽ ജിൻഡോയ്ക്ക് ഖണ്ഡിക്കാം. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ജിൻഡോയോ N ശ്രീകുമാറോ മറുപടി പറയുമ്പോൾ ഞാൻ തടസ്സപ്പെടുത്തിയിട്ടുമില്ല. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണെങ്കിൽ അങ്ങ് ഖണ്ഡിക്കും. മറ്റങ്ങ് പറയുന്ന ആക്ഷേപങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നില്ല. അരുൺകുമാർ ഒന്ന് ചോദിക്കേ. ശരി, അരുൺകുമാർ വില്ലേജ് സെക്രട്ടറിയെ മർദ്ദിച്ചു കൊന്ന വിഷയത്തെ കുറിച്ച് ഒന്ന് ചോദിക്കാതെ ഒന്ന് വേണു ചോദിക്കുന്നത്. 1 മണിക്കൂറായില്ലേ ചർച്ച?
ഇന്നലെ മുഴുവൻ അതാണ് ചോദിച്ചത് ജിൻഡോ. വിഷയത്തെക്കുറിച്ച് വേണു ഇന്നലെ മുഴുവൻ ചോദിച്ചത്. അതാണ് ചോദിച്ചത് ജിൻഡോ. ഇന്ന് വിഷയം ആന്റണിയാണ്. ഇന്ന് വിഷയം ആന്റണിയാണ്. ഇന്നലെ ശ്രീ എൻ ശ്രീകുമാർ ഈ ചർച്ചയിലുണ്ടായിരുന്നു. അങ്ങേക്ക് ബോധ്യം വരണമെങ്കിൽ ശ്രീ ശ്രീകുമാറിനോട് ചോദിക്കൂ. ശ്രീ ശ്രീകുമാറിനോട് ചോദിക്കൂ ഇന്നലത്തെ ചോദ്യങ്ങൾ എങ്ങനെയായിരുന്നു എന്ന്. ഇന്നത്തെ വിഷയം ആന്റണിയാണ് ജിൻഡോ. ശരി, ശ്രീ അരുൺകുമാർ. വേണു എന്നെ വിളിച്ചപ്പോ പറഞ്ഞത് പോലീസ് അട്രോസിറ്റിയെ കുറിച്ചും ചർച്ചയുണ്ടെന്നാ. ഞാൻ അങ്ങേ വിളിച്ചിട്ടില്ല. കൃത്യമായി പറഞ്ഞിരുന്നത് ഞാൻ അങ്ങേ വിളിച്ചിട്ടില്ല. കൃത്യമായി പറഞ്ഞിരുന്നത് എ കെ ആന്റണിയുടെ വാർത്താ സമ്മേളനം. എ കെ ആന്റണിയുടെ വാർത്താ സമ്മേളനം. അത് വിട് അരുൺ. ശരി, അരുൺ അങ്ങയുടെ പ്രതികരണത്തോടെ ചർച്ച എ കെ ആന്റണിയുടെ വാർത്താ സമ്മേളനം മാത്രമല്ല സമകാലിക പോലീസ് വിഷയങ്ങളും എന്ന് തന്നെയാണ് എന്നോട് പറഞ്ഞത്. ഞാൻ അങ്ങേ വിളിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ആളെ കൃത്യമായി പറഞ്ഞത്. ഒരു സെക്കൻഡ് അരുണേ, ഇത് കൃത്യമായി കോർഡിനേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ആളോട് പറഞ്ഞത് ആന്റണിയുടെ വാർത്താ സമ്മേളനമാണെന്നാണ്. അതുകൊണ്ടാണ് ആ വാർത്താ സമ്മേളനം കഴിഞ്ഞിട്ട് ആളെ തരാം എന്ന്. അതുകൊണ്ടാണ് 5 മണിക്ക് ശേഷം ഈ വാർത്താ സമ്മേളനം കഴിഞ്ഞിട്ട് ആളെ തരാമെന്ന് നിങ്ങളുടെ കോർഡിനേറ്റർ പറഞ്ഞത്. അതിനുശേഷമാണ് ജിൻഡോയെ കിട്ടുന്നത്. ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുമില്ല.